നമസ്കാരം, കിക്ക് ഓഫ് സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. ഫുട്ബോളിനെ ഒരു വികാരമായി കരുതുന്ന മലയാളിക്ക് സ്വന്തം വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും. നാം ജീവിക്കുന്ന കാലത്തെ പന്തുകൊണ്ട് അനുഗ്രഹിച്ച ഇതിഹാസ താരങ്ങൾ. കളിയെയും കലയെയും ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി കാണുന്ന മലയാളിക്ക് രണ്ട് സൂപ്പർ താരങ്ങൾ തമ്മിലുള്ള മത്സരം പുതുമയുള്ള കാര്യമല്ല. തിരശീലയിൽ കളിക്കു പകരം അഭിനയ മികവിൻ്റെ റീലുകൾ തെളിയുമ്പോൾ നമുക്കവിടെ മെസ്സിക്കു പകരം മോഹൻലാലിനെയും റൊണാൾഡോയ്ക്ക് പകരം മമ്മൂട്ടിയെയും കാണാൻ കഴിയും. മെസ്സി, മോഹൻലാൽ, റൊണാൾഡോ, മമ്മൂട്ടി എന്ന താരതമ്യം ആദ്യം കേൾക്കുമ്പോൾ തമാശയായി തോന്നുമെങ്കിലും അല്പമൊന്ന് ആലോചിച്ചു നോക്കിയാൽ അതിൽ കാര്യമില്ലേ? മെസ്സിക്കും മോഹൻലാലിനുമിടയിലും റൊണാൾഡോയ്ക്കും മമ്മൂട്ടിക്കുമിടയിലും അതിശയകരമായ സാമ്യമുണ്ടെന്ന് നമുക്ക് കാണാം. ഇവരുടെ പിറവി നൂറ്റാണ്ടുകൾക്കിടയിൽ വല്ലപ്പോഴും സംഭവിക്കുന്നവയാണ്. എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്ന അംഗീകാരം ഇവർ നേടിക്കഴിഞ്ഞു. നൈസർഗിക പ്രതിഭയാൽ അനുഗ്രഹിക്കപ്പെട്ട രണ്ടു പേരാണ് മെസ്സിയും മോഹൻലാലും. അതേസമയം സമർപ്പണം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും പ്രതിഭയെ തിളക്കം കൂട്ടിയവരാണ് റൊണാൾഡോയും മമ്മൂട്ടിയും. മെസ്സി 13-ാം വയസ്സിലാണ് ബാഴ്സലോണയുടെ ലാ മാസിയ അക്കാദമിയിൽ എത്തുന്നത്. അതേ പ്രായത്തിൽ തന്നെയായിരുന്നു മോഹൻലാലിന്റെ നാടകവേദിയിലെ അരങ്ങേറ്റവും. പിന്നെ മെസ്സിയുടെ കളിയഴകിന്റെ കുതിപ്പാണ് ലോകം കണ്ടത്. മോഹൻലാൽ ആവട്ടെ അഭിനയത്തിന്റെ അതിശയങ്ങൾ തീർത്തുകൊണ്ടിരുന്നു. ലോകപ്രസിദ്ധമായ ടൈം മാഗസിൻ പോലും മോഹൻലാലിനെ നടന വിസ്മയമെന്ന് വിശേഷിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച 15 അഭിനേതാക്കളിൽ ഒരാളായാണ് മോഹൻലാലിനെ ടൈം മാഗസിൻ തിരഞ്ഞെടുത്തത്. മികച്ച നടൻ എന്നതിൽ നിന്ന് സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്കുള്ള ലാലിന്റെ യാത്ര അടുത്തു നിന്നു കണ്ടവരാണ് മലയാളികൾ. വെള്ളിത്തിരയിൽ അദ്ദേഹം കാഴ്ചവെച്ച അഭിനയ മുഹൂർത്തങ്ങളിൽ മലയാളികൾ കോരിത്തരിച്ചു. അദ്ദേഹത്തോടൊപ്പം ചിരിച്ചു, കരഞ്ഞു, സന്തോഷിച്ചു, ദുഃഖിച്ചു. സിനിമകൾ വിജയിക്കുമ്പോൾ ആഹ്ലാദിക്കുകയും പരാജയപ്പെടുമ്പോൾ സങ്കടപ്പെടുകയും ചെയ്തു. കരിയറിലെ താഴ്ചകളിൽ നിന്ന് ഉയർച്ചയിലേക്ക് പലപ്പോഴും ഒരു വിരൽ നൊടിക്കുന്ന ദൂരമേ അദ്ദേഹത്തിനുണ്ടാകാറുള്ളൂ. അവസാന നിമിഷം ഉയർത്തെഴുന്നേൽക്കുന്ന നായകനെ പോലെ അദ്ദേഹം തിരിച്ചു വരുമെന്ന് മലയാളിക്കറിയാം. ഇനിയൊരു തിരിച്ചുവരവുണ്ടാകില്ല എന്ന് വിധി എഴുതാൻ വിമർശകർ പേനയെടുക്കുമ്പോഴാണ് അസാധ്യമായ ആംഗിളിൽ നിന്ന് പിറക്കുന്ന ഒരു മനോഹര ഗോൾ പോലെ മോഹൻലാലിന്റെ അത്ഭുതകരമായ ഒരു സിനിമ പിറക്കുന്നത്. ഒരു നിമിഷം കൊണ്ട് കഥാപാത്രമായി മാറുന്ന ലാൽ മാജിക് ലോക സിനിമയിലെ തന്നെ അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ്. ഖത്തർ ലോകകപ്പ് വിജയത്തോടെ മെസ്സി കളിയുടെ പൂർണ്ണത കൈവരിച്ചു എന്നാണ് വിലയിരുത്തൽ. അങ്ങനെ ലയണൽ മെസ്സി ഫുട്ബോൾ ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. ബാഴ്സലോണ എന്ന ലോകോത്തര ക്ലബിലേക്കുള്ള വാതിൽ തുറക്കാനുള്ള കാരണം തന്നെ ആ കാലുകളിൽ ദൈവം ഒളിപ്പിച്ചു വെച്ച ഫുട്ബോൾ മാജിക് ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് കളിക്കളത്തിൽ മെസ്സിയുടെ വാഴ്ചയായിരുന്നു. അസാധ്യമെന്ന് തോന്നിച്ച ഗോളുകൾ പുൽമൈതാനങ്ങളിൽ നിത്യക്കാഴ്ചയായി മാറി. യുവേഫ ചാമ്പ്യൻസ് ലീഗിലടക്കം മത്സരഫലങ്ങൾ കീഴ്മേൽ മറിച്ചു. ലോകത്തെ ഏതു വലിയ ലീഗിലും മാറ്റുരയ്ക്കാനുള്ള പ്രതിഭ കാലുകളിൽ ശേഷിക്കെ തന്നെയാണ് അദ്ദേഹം ഫ്രഞ്ച് ലീഗിലേക്ക് നീങ്ങിയത്. അവിടുന്ന് അത്രയ്ക്കൊന്നും മികച്ചതല്ലാത്ത അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഒരു ഫുട്ബോളർക്ക് ഒരു പുരുഷായുസിൽ നേടാവുന്ന കിരീടങ്ങളിലെല്ലാം അദ്ദേഹം മുത്തമിട്ട് കഴിഞ്ഞിരുന്നു. 2018 ലോകകപ്പിലെ അർജന്റീനയുടെ നോക്കൌട്ട് പരാജയത്തോടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ മെസ്സിയുടെ നല്ല കാലം കഴിഞ്ഞുവെന്ന് വിമർശകർ വിധി എഴുതിയതാണ്. പക്ഷേ തൻ്റെ 35-ാം വയസ്സിൽ 2022 ഖത്തറിൽ മെസ്സി ആ സ്വർണ്ണക്കപ്പ് ഉയർത്തിയപ്പോൾ കണക്കുകൂട്ടലുകളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതും നമ്മൾ കണ്ടു. മെസ്സിയുടെ ഗോളുകളേക്കാൾ അദ്ദേഹത്തിന്റെ ഡ്രിബ്ലിങ്ങുകൾക്കാണ് കൂടുതൽ ഭംഗിയെന്ന് കരുതുന്നവർ ഏറെയുണ്ട്. കാണുന്നവർക്ക് വാത്സല്യം തോന്നുന്ന മോഹൻലാലിന്റെ കുസൃതിയും ആ പ്രസിദ്ധമായ ചെരിവും മെസ്സിയുടെ ആ ഡ്രിബ്ലിങ്ങുകളിൽ കാണാൻ കഴിയുന്നു. മെസ്സിയുടെ ചാരുതയാർന്ന കേളി ശൈലിയെ ലാലേട്ടന്റെ അനായാസം മേൽവഴക്കത്തോടെയുള്ള അഭിനയ ചാതുരിയോടെ താരതമ്യപ്പെടുത്തിയാലും തെറ്റ് കാണാൻ കഴിയില്ല. ഇരുവരുടെയും വിസ്മയ ചെപ്പുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നവരാണ് ആരാധക കൂട്ടം. നമുക്ക് കാത്തിരിക്കാം. എന്നാൽ മമ്മൂട്ടിയുടെയും റൊണാൾഡോയുടെയും മഹത്വം മറ്റു വിതാരങ്ങളിലാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവർ എന്ന വിശേഷണം ചേരുന്ന രണ്ട് പ്രതിഭകളാണ് അവർ. റൊണാൾഡോയുടെയും മമ്മൂട്ടിയുടെയും സാമ്യത അടുത്ത എപ്പിസോഡിൽ. സ്പോർട്സ് വാർത്തകൾക്കായി കിക്ക് ഓഫ് സ്പോർട്സ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.